കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നന്ദാവനത്ത് കൂടി ബൈക്കിൽ പാഞ്ഞ ഒരാളെ കണ്ട് നാട്ടുകാരെല്ലാവരും അമ്പരന്നു. സ്ഥിരം പോലീസ് അകമ്പടിയിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു മന്ത്രിയാണ് വർഷങ്ങൾക്ക് ശേഷം ബുള്ളറ്റ് യാത്ര നടത്തിയത്. കാണാം മന്ത്രി റോഷി അഗസ്റ്റിന്റെ വെറൈറ്റി ബൈക്ക് റൈഡ്. AK സ്റ്റെഫിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ ബൈക്ക് ഓടിച്ചു പോകുന്ന ആളെ കാണണ്ടായി, വേറെ ആരുമല്ല, മന്ത്രി റോഷി അഗസ്റ്റിനാണ്. സാധാരണ കാറിലാണല്ലോ ഈ മന്ത്രിമാരൊക്കെ പൈലറ്റും ഒക്കെ ആയിട്ട് പോകുന്നത്. ഇന്നലെ ബൈക്കിൽ പോകാനുള്ളൊരു സാഹചര്യം എന്താ? എല്ലാ തലത്തിലും ഒരു മാറ്റങ്ങളും ഉണ്ട്. ബൈക്ക് നേരത്തെ തന്നെ ഞാൻ ഓടിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ സാന്ദർഭികമായ അവസരം കിട്ടിയപ്പം ഞാൻ ബൈക്കിലങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ വാർത്തയാവുന്നിട്ട് കരുതിയില്ല. അതിനൊരു പ്രത്യേകതയൊന്നുമില്ല. ഇത് എങ്ങോട്ട് പോയതാണ്, എന്തിനു പോയതാണ്? ഞാൻ മ്യൂസിയം വരെ പോയി. ഞാനിവിടെ ഉള്ള ദിവസം വൈകുന്നേരം 7 മണിയാകുമ്പോൾ അവിടെ പോയി ഒരു 5 റൗണ്ട് നടക്കാറുണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണോ ബൈക്ക് ഓടിക്കുന്നത്? ബൈക്ക് ഓടിച്ചിട്ട് കുറച്ച് കാലമായി, എന്നാലും അതൊരു സ്ഥിരമായതുമായിരുന്നു. ഞാൻ ബുള്ളറ്റിൽ തന്നെ കാസർഗോഡ് നിന്നുള്ള യാത്ര തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ബുള്ളറ്റല്ല. കാസർഗോഡ് തിരുവനന്തപുരം 20 പണ്ട് വിദ്യാർത്ഥി സംഘടന പ്രശ്നമുണ്ടായിരുന്നു. 20 ദിവസം നീണ്ടുന്ന യാത്രയാണ്. ഇപ്പോൾ ബൈക്കുമായിട്ട് ഇറങ്ങിയപ്പോൾ മനസ്സിലായി, ഒരു സിഗ്നൽ വന്നാൽ ഒരേ സമയത്ത് ഒരു 150ഓളം ബൈക്കുകൾ വന്ന് ബ്ലോക്കാവും ഒരു സിഗ്നലിൽ തന്നെ. അപ്പം മറ്റു വലിയ വണ്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ വലിയ വണ്ടികൾ കടയിൽ കൂടി എല്ലാം ചെറുവണ്ടി ഇങ്ങനെ കയറി പോവുക. അപ്പം ഈ വാഹനം കൂടുതലായിട്ട് വർദ്ധിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. ജീവിതത്തിൽ സ്വന്തമാക്കിയ വണ്ടികളെ പറ്റി ഉള്ള അനുഭവം? എനിക്കൊരു വെസ്പ സ്കൂട്ടറാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതൊരു വലിയ അനുഭവമായിരുന്നു. ഞാനന്ന് കോളേജിൽ ഡിഗ്രി 1ാം വർഷം പഠിക്കുന്ന സമയത്താണ്. അന്നത് വേറൊരാൾ മേടിച്ച വണ്ടിയായിരുന്നു. അപ്പം അപ്പത്തിനോട് വളരെ ഏറെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് പുതിയ വണ്ടി എനിക്ക് 13,000 രൂപയുടെ മുടക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ വാഹനത്തിന് തന്നെ. പിന്നീട് എൻ്റെ ഒരു പദയാത്രയുടെ സന്ദർഭത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമല്ലേ, ഒരു നിർവാഹവും ഇല്ലാത്തപ്പോൾ ഞാനത് പണയം വെച്ച് പോയത്. ആ ഒരു വണ്ടിയും പോയി, ആ വണ്ടി ഇങ്ങനെ കാണാനും പറ്റിയിട്ടില്ല. പിന്നീട് ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നൊരു ബൈക്ക് എടുത്തു. പിന്നെ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കി. ആ ബുള്ളറ്റായിരുന്നു പിന്നെ കൂടുതൽ കാലഘട്ടവും കൂടെ ഉണ്ടായിരുന്നു. MLA ആയി വന്നതിന് ശേഷം ഒരു ജീപ്പായിരുന്നു. ജീപ്പ് കുറേ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു കാറായി. ആ കാറിൻ്റെ ഒക്കെ നമ്പർ 7007 ആയിരുന്നു. അതിന് പലപ്പോഴും വണ്ടി മാറി വന്നാലും നമ്പർ ഏതാണ്ടൊക്കെ തന്നെ ഒത്ത് കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏത് വാഹനം കിട്ടിയാലും ഓടിക്കും. എനിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എനിക്ക് ബാഡ്ജുള്ള ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ ഓടിക്കാൻ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ്. കുറേ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ബൈക്ക് ഓടിച്ചതിലുള്ളൊരു സന്തോഷം, ഒപ്പം തന്നെ ബൈക്ക് യാത്രികർ നമ്മുടെ നിരത്തുകളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം ആണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓർമ്മിപ്പിക്കുന്നത്. സജീവ് മാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.